സോ അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യൻ കുരങ്ങനിൽ നിന്നല്ല വന്നിട്ടുള്ളത്. എവല്യൂഷൻ എന്നത് ഒരു സ്പീഷീസിനെ നാച്ചുറൽ സെലക്ഷനിലൂടെയോ ജനറ്റിക് വേരിയേഷനിലൂടെയോ അഡാപ്റ്റേഷനിലൂടെയോ ഒക്കെ വരുന്ന മാറ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ്. ആദ്യമായിട്ട് ഈ ഒരു തിയറി ഒബ്സർവ് ചെയ്തത് ചാൾസ് ഡാർവിൻ ആണ്. അദ്ദേഹം 1859 തൻ്റെ വർക്കായിട്ടുള്ള ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എവല്യൂഷനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും വന്ന ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് ആണ് എന്തുകൊണ്ട് ഇപ്പം കാണുന്ന കുരങ്ങന്മാർ മനുഷ്യന്മാരാകുന്നില്ല, അല്ലെങ്കിൽ ഓൾറെഡി കുരങ്ങന്മാർ മനുഷ്യന്മാരായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴും കുരങ്ങന്മാർ നമ്മളുടെ നാട്ടിൽ തന്നെ കാണപ്പെടുന്നു. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് പല വീഡിയോ സോഴ്സസിൻ്റെയും കമൻറ്റ് സെക്ഷനിൽ കാണാനായിട്ട് പറ്റും. ഇറ്റ് വാസ് ലൈക്ക് വാട്ട്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ മനുഷ്യൻ കുരങ്ങനിൽ നിന്നല്ല വന്നത്, പകരം മനുഷ്യനും കുരങ്ങനും അതുപോലെയുള്ള എല്ലാ പ്രൈമേറ്റ്സും ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് വന്നത്. പ്രൈമേറ്റ്സ് മാത്രമല്ല, ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഇതുപോലൊരു കോമൺ ആൻസിസ്റ്ററെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ എവിഡൻസ് ആണ് DNA എന്ന് പറയുന്നത്. അതായത് നമ്മൾ DNA പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ സ്പീഷീസിലും സിമിലാരിറ്റീസ് കാണാം. DNA മാത്രമല്ല, എക്സിൻ്റായ ആനിമൽസിൻ്റെ ഫോസിൽസോ അതേപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിനെ ഒബ്സർവ് ചെയ്താലും നമുക്ക് ഇത്തരത്തിലുള്ള കോമൺനെസ് മനസ്സിലാക്കാം. ഇത്രയും തെളിവുകളുണ്ടായിട്ടും പലരും എവല്യൂഷനെ റിജക്റ്റ് ചെയ്യുന്നത് റിലീജിയസ് ബിലീഫ്സിൻ്റെയും അതേപോലെ തന്നെ ഇൻ്റലക്ച്വൽ ഇഗ്നറൻസും കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള സയൻറ്റിഫിക് തിയറീസും അതേപോലെ തന്നെ എക്സ്പ്ലനേഷൻസും ഉൾക്കൊള്ളാതെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള നറേറ്റീവിൽ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വളരെ പ്ലെയിൻ ആയിട്ട് കാണുന്നതിൽ വിശ്വസിക്കാനാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം. ഫോർ എക്സാമ്പിൾ സൺ ആൻഡ് എർത്ത്. സൂര്യന് ചുറ്റുമാണ് ഭൂമി കറങ്ങുന്നതെന്നുള്ളൊരു ഐഡിയ പറഞ്ഞു വെക്കാൻ എത്ര കോംപ്ലക്സ് ആയിരുന്നു എന്ന് ആലോചിക്കുക. സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്ന് വിശ്വസിക്കാനായിരുന്നു പലപ്പോഴും ആളുകൾക്ക് താല്പര്യം. ഇങ്ങനെ ഒരു സിമ്പിൾ രീതിയിൽ നമ്മൾ പറയുമെങ്കിലും ശരിക്കും ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കുരങ്ങൻ എന്ന് പറയുന്നത് പരിണാമ പ്രക്രിയയിൽ പരിണാമം സംഭവിച്ച ഒരു പാവം ജീവിയാണ്, അല്ലാതെ നമ്മളുടെ പൂർവികരല്ല.